ഇന്ന് ഡേ 69 ആയിരുന്നു. നമ്മുടെ ഈവനിങ് ടൈം ഓൺലൈൻ സെഷൻ നമ്മൾ കുസാറ്റ് ബോക്സിംഗ് ക്ലബ്ബിൽ വെച്ചായിരുന്നു ചെയ്തത്. അത്യാവശ്യം ടൈം 5 o'clock നമ്മൾ ഓൺലൈൻ സെഷൻ ഉള്ളത്. സമയമായതുകൊണ്ട് നേരെ കുസാറ്റിലാണ് പോയി ചെയ്തത്. നമ്മുടെ ലൈവ് ക്ലാസ്സിന് ശേഷം 300 പുഷപ്സ് നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്ത്. ദെൻ ഇത് കുസാറ്റ് ബോക്സിംഗ് ക്ലബ്ബിലെ പിള്ളേർ അവിടെ ഗെയിമായിരുന്നു. അതിനുശേഷം അവർക്ക് സ്പാറിങ് ആയിരുന്നു. അപ്പോൾ ഈ കൂട്ടം കൂടിയിരിക്കുന്നവരൊക്കെ ബോക്സിങ് ചെയ്യുന്ന കൂട്ടുകാരാണ്. ഇവർക്കൊക്കെ വേണ്ടിയാണ് അത്യാവശ്യം സീനിയേഴ്സ് ആയിട്ടുള്ള പിള്ളേർ സ്പാറിങ് ചെയ്യുന്നത്. ഇവർ സ്പാറിങ് സെഷൻ ഉള്ള ദിവസം മറ്റുള്ളവർ ബിഗിനേഴ്സിന് നോക്കിയിരിക്കാനേ പറ്റൂ. കാരണം ബിഗിനേഴ്സിന് ഇവരുടെ കൂടെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. സോ ബിഗിനേഴ്സിനും എല്ലാവർക്കും വേണ്ടി നമ്മൾ ഇത് റിങ്ങിന് പോയാലും നമ്മൾ അത്യാവശ്യം മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ക്ലബിന് റിങ്ങില്ല, പക്ഷേ ഇത്രയും നല്ല നല്ല പ്ലെയേഴ്സ് ഇവിടെ ഉണ്ട്. കുസാറ്റ് കാർത്തിക് സാറിൻ്റെ പിള്ളേരാണ് ഇതൊക്കെ. കാർത്തിക് സാറ്, ബാലു സാറ് ഇവരൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ പിള്ളേരെ ലീഡ് ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഇവർക്ക് നല്ല റിസൾട്ടുണ്ട്. പിള്ളേരൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവർ സ്പാർ ചെയ്യുന്ന ടൈം നോക്കി ഞാൻ അത്യാവശ്യം എൻ്റെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. സോ ഞാൻ അതിൻ്റെ ഇടയിൽ തന്നെ കുസാറ്റിൻ്റെ ജിമ്മുണ്ട്. ജിമ്മിൽ പോയിട്ട് നമ്മുടെ 4th സെറ്റ് പുഷപ്സും ദെൻ നമ്മുടെ ഫസ്റ്റ് സെറ്റും സെക്കൻഡ് സെറ്റും പുള്ളപ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ദെൻ നമ്മൾ തിരിച്ച് ചെല്ലുന്നത് അപ്പോൾ തന്നെ സ്പാറിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും കൈവച്ച് പിരിഞ്ഞ്. ദെൻ നമ്മുടെ ജോൺസൺ മാഷാണ്, ജോൺസൺ കോച്ച്. പുള്ളി ആൾ നല്ല ഡെഡിക്കേറ്റഡ് ഹാർഡ് വർക്കറാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ 1500 നമ്മൾ ഫിനിഷ് ചെയ്തു. 1500 അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല സ്പീഡിൽ തന്നെ ചെയ്യാൻ പറ്റി. അത്യാവശ്യം പവറിൽ തന്നെ ചെയ്യാൻ പറ്റി പഞ്ചസ് എല്ലാം. നമ്മുടെ പഞ്ചസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സൈഡിൽ ആൾ ജൂനിയർ ലെവലായതേ ഉള്ളൂ. നല്ല പെർഫോമൻസ് ഉണ്ട്. നല്ല പഞ്ചസൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ്. ബോഡി ടു ഹെഡാണ് ആൾ ഇടിക്കുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 500 പുഷപ്സും കംപ്ലീറ്റ് ചെയ്ത് ടോട്ടൽ. പെർഫെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുക. ഇന്നത്തെ നിങ്ങളുടെ ഒരു പടിയായിരിക്കും നാളത്തെ വലിയ വിജയങ്ങളുടെ തുടക്കം. സോ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റേ ഫിറ്റ്. ശേഷം നമ്മുടെ 25 മീറ്റർ ഹാൻഡ് സ്റ്റാൻഡ് വാക്കിംഗ് ആയിരുന്നു. അത് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 25 ഹാൻഡ് സ്റ്റാൻഡ് പുഷപ്സും കംപ്ലീറ്റ് ചെയ്തു. അത് 2 സെറ്റായിട്ടാണ് ചെയ്തത്. ഇതെല്ലാം നമ്മളെ കൊണ്ട് ഒറ്റ സെറ്റായിട്ട് ചെയ്യാൻ പറ്റണം. കാരണം വർക്കൗട്ട് ചെയ്തതിൻ്റെ റിസൾട്ടായിട്ട് അതായിട്ട് തന്നെ നമ്മൾ കൂട്ടണം. എല്ലാം ഒറ്റ സെറ്റ് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ 50 ബർപ്പീസും കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ കൂട്ടുകാരൊക്കെ ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക, നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക, നല്ല റെസ്റ്റ് എടുക്കുക. എന്നാലേ നല്ല പ്രോപ്പർ അതിനുള്ള റിസൾട്ട് കിട്ടും. ഓക്കെ, നമ്മുടെ ചലഞ്ചെല്ലാം നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ കൂട്ടുകാരെല്ലാം സ്റ്റേ ഫിറ്റ്.